ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നത്തെ വർക്ക് നിർത്തുന്നു. കാരണം 5 മണിയായേ. ഞാൻ സമയം നോക്കി ജോലി ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ ഞാനിന്ന് കുളിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഉച്ചയായപ്പോൾ ഇറങ്ങിയത്. രാവിലെ പണിക്കിറങ്ങിയിരുന്നെങ്കിൽ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയേനെ. പക്ഷേ ഞാൻ രാവിലെ വീടിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് കുറേ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടല്ലോ. ഫ്ലവർ പ്ലാന്റ്സ്, ഫ്രൂട്ട് പ്ലാന്റ്സ്, അതൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യണം, അതുങ്ങളെ നോക്കണം. പിന്നെ ഞാനിന്ന് കുറച്ച് ക്യാബേജ് തൈകളെല്ലാം പറിച്ച് നട്ടു. അങ്ങനെ കുറേ പണിയുണ്ടായിരുന്നു. അപ്പോൾ 12 മണി വരെ അവിടുത്തെ പണി. ഫുഡൊക്കെ ഇന്നലെ റെഡിയാക്കി വെച്ചിരുന്നു, ഉള്ളതുകൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം എനിക്ക് പണിയുണ്ടായിരുന്നു. അപ്പം ഞാനിന്ന് പറമ്പിന്ന് വൃത്തിയാക്കുന്ന ജോലി, ഞാനിന്ന് മഞ്ഞളും ഇഞ്ചിയൊക്കെ കാണിച്ചിരുന്നല്ലോ. അപ്പം നമ്മൾ ഈ ഭാഗം കൂടെ വൃത്തിയാക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നതിൽ, പക്ഷേ എനിക്ക് ടൈം കിട്ടുന്നില്ല. കാരണം എനിക്കിനി കുളിക്കണം, എനിക്കൊരു ചായ ഇട്ട് കുടിക്കണം. അങ്ങനെ നമ്മൾ തന്നെ കയറണമല്ലോ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട്. ഇത് എല്ലാം ഇത്രയും ഭാഗം ക്ലീൻ ചെയ്തു. ബാക്കി ഞാൻ ഇങ്ങനെ ചെയ്തു വരിക. ഇവിടെ ഒരു വിഷയമുണ്ട്. ഇത് മൂർപ്പറ്റം എന്ന് പറയുന്നൊരു മരമാണ് ഈ നിൽക്കുന്നത്. വലിയൊരു പ്ലാന്റാണ്. അത് ഇപ്പോൾ വെട്ടാനായിട്ടൊക്കെ ഇരിക്കുകയാണ്. മൂർപ്പറ്റം എന്ന് പറയും. അപ്പോൾ അതിൻ്റെ കായകൾ വീണ് കിളിച്ച് നിൽക്കുന്നത് ഇതെല്ലാം ഈ തൈകൾ. ഭയങ്കര ടാസ്ക്കാണ് ഇത്. ഭയങ്കര ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പിഴുത് കളയണം. അതുകൊണ്ട് ഇത് സ്ട്രോങ്ങാണ് കണ്ടോ. ചെറിയ ചെറിയ ചെടികൾ പോലെ നിൽക്കുന്നതുണ്ടോ. നിറച്ചുണ്ട് ഇവിടെ, നിറച്ചതാ കണ്ടോ. മഞ്ഞളിൻ്റെ ചുവടൊക്കെ കണ്ടോ. ഞാനിത് കാരണം ഇങ്ങോട്ട് ഇറങ്ങത്തില്ല പണിക്ക്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഭയങ്കര സ്ട്രോങ്ങാണ്. ഇത് പിഴുതെടുക്കുന്നത് വലിയ ടാസ്ക്കാണ്. ഇത് കണ്ടോ. ഇതെല്ലാം പറിച്ച് മാറ്റിയിട്ട് ഇതിൻ്റെ ചുവട്ടിലോട്ട് നല്ലതുപോലെ കരിയിലൊക്കെ കൂട്ടി കൊടുക്കണം. മഞ്ഞളിൻ്റെ ചുവട്ടിലൊന്നും ഒന്നുമില്ല, വളമൊന്നുമില്ല, മണ്ണില്ല, അങ്ങനെ നിൽക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പിഴുതു മാറ്റണം. എൻ്റെ ആകെയുള്ളൊരു ആയുധമാണ് ഇത്, മുപ്പല്ലി. ഈ വല്ലഭന് പുല്ലും ആയുധം എന്ന് കേട്ടിട്ടില്ലയോ? അതാണ് എൻ്റെ രീതി. എനിക്ക് തൂമ്പയോ മറ്റുള്ള യാതൊരു ടൂൾസുകളും ഇല്ല. എൻ്റെ 2 കൈയാണ് എൻ്റെ ടൂൾസ്. പിന്നെ എന്നെ സഹായിക്കുന്നത് ഇവനാണ് കേട്ടോ. ഇതെല്ലാ പരിപാടിക്കും ഇതാണ് ഞാൻ എടുക്കുന്നത്. അന്നേരം ഇത് വെച്ചൊന്നും ഇളക്കിയാൽ പോകത്തില്ല ആ സാധനം. ഇതാ കണ്ടോ, കുറ്റിക്കാട് പോലെ നിൽക്കുക. ഒരുപാടുണ്ട്, അങ്ങ് വരെയുണ്ട്, ഞങ്ങളുടെ മുറ്റം വരെയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ പിഴുത് കളഞ്ഞതാ. ഇത് കണ്ട് ഇതിനകത്തെല്ലാം നിറച്ചും അങ്ങ് നിൽക്കുക. പുല്ല് മാത്രമേ ഉള്ളെങ്കിൽ നമുക്കത് പിഴുതിട്ട് നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. പക്ഷേ ഇത് പുല്ലല്ല. ഈ സാധനം നിൽക്കുന്ന ഒരു വലിയൊരു വിഷമമുള്ളൊരു കാര്യമാണ്. കണ്ടോ, കുറ്റിച്ചെടി പോലെ മൂർപ്പറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ മരമൊക്കെ വെട്ടുവാണെന്നൊക്കെ എന്നോട് ഹൗസ് ഓണർ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഞാനിവിടെ എല്ലാം അടിപൊളിയാക്കി എടുക്കും. പക്ഷേ ഇവിടെ എല്ലാം വേരുകളാണ്, ഒന്നും നടാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞാനെല്ലാം റെഡിയാക്കി എടുക്കുമല്ലോ. വാഴയുടെ ചുവടെല്ലാം റെഡിയാക്കിയിട്ട് കുറേ വേസ്റ്റെല്ലാം അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടു. അതൊക്കെ ഇപ്പോൾ അഴുകി അങ്ങ് വളമാവുമല്ലോ. പിന്നെ ഇതെല്ലാം ഇനി നാളത്തെ പരിപാടി. അപ്പോൾ ഇന്നത്തെ പണി ഇന്ന് പെൻഡിങ്ങാണ്. ഞാൻ ഇന്നെടുത്ത വീഡിയോ ഇന്ന് ഇട്ടത്. പക്ഷേ ചിലർക്ക് ഡൗട്ടുണ്ട് പഴയതെടുത്ത് ഞാൻ വീണ്ടും ഇട്ടതാണോ എന്ന്. ഒരിക്കലുമല്ല, നമുക്ക് ഫ്രഷായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ വർഷത്തെ മഞ്ഞളൊക്കെ നമ്മൾ പൊടിയൊക്കെ ഇവിടെ ഇരിക്കുകയല്ലേ. പിന്നെ ഇപ്പം ഈ വർഷം ഇവിടെ എല്ലാം ഇനിയിപ്പം മഞ്ഞൾ നടാൻ പറ്റും, ഇത് വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പണി ഇവിടെ നിർത്തുവാണേ. അപ്പോൾ അതൊന്ന്